കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമാടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഉണ്ണിമോള് ബ്രഹ്മരക്ഷസിന്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. ഈ സമയത്ത് ഉണ്ണിമോള് നോയിക്കഴിയുമ്പോഴത്തേന് കാലിച്ചൂട്ടിൽ ഒരു കിണ്ടിയും വെള്ളം ഇരിക്കുന്നു. ദൈവമേ, അപ്പൂപ്പന്റെ കാല് തട്ടി എങ്ങാനും വെള്ളം മറിഞ്ഞ് വീണാലോന്ന് ഓർത്തുകൊണ്ട് ഉണ്ണിമോൾ എന്താ കിണ്ടിയും വെള്ളം കൂടി എടുക്കുവാണ്. പെട്ടെന്ന് അത് ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോയി നേരെ ബ്രഹ്മരക്ഷസിന്റെ കാൽപാദത്തിലേക്ക് വെള്ളം വീഴുവാണ്. അപ്പൊ ഉണ്ണിമോൾക്ക് ടെൻഷനായി. ദൈവം ഇനി അപ്പൂപ്പ തന്നെ ചീത്ത പറയോ? സോറി അപ്പൂപ്പ, അറിയാതെ പറ്റിപ്പോയതാന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോൾ സോറി പറഞ്ഞിട്ട് നിൽക്കുമ്പോ ഒരു താമരപ്പൂ അവിടെ കിടക്കുന്നുണ്ട്. ഈ പൂ അങ്ങനെ ഇവിടെ വന്നു? നല്ല ഭംഗിയുള്ള പൂ എന്നോർത്തോണ്ട് ഉണ്ണിമോള് പോയ പൂവും കൊണ്ട് എടുക്കുവാണ്. പൂ എടുത്തു കഴിഞ്ഞ് കയ്യിൽ പിടിച്ചപ്പോഴത്തേന് നേരെ അത് ബ്രഹ്മേഷിന്റെ കാൽച്ചൂട്ടിലേക്ക് വീഴുവാണ്. ഇതെന്താ അപ്പൂപ്പ ഇങ്ങനെ? ഞാൻ എന്തെടുത്താലും ഇത് അപ്പൂപ്പന്റെ കാൽച്ചൂട്ടിലേക്കാണല്ലോ വീഴുന്നത്. ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു അത്. പിന്നീട് ഉണ്ണിമോള് നോക്കിയിട്ടും ബ്രഹ്മേഷ് ഒന്നും മിണ്ടുന്നില്ല. ഉണ്ണിമോൾക്ക് മനസ്സിലായി തന്നെ ഇഷ്ടപ്പെട്ടില്ല അപ്പൂപ്പന്. പറഞ്ഞു, അപ്പൂപ്പന് ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ പോയേക്കുവാ. ഞാൻ തന്ന പാൽപ്പായസം അപ്പൂപ്പൻ കുടിച്ചില്ലല്ലോ, കുഴപ്പമില്ല, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൊന്ത എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ മൊന്തയ്ക്കകത്ത് പാൽപ്പായസം ഇല്ല. പാൽപ്പായസം ഇത് എവിടെ പോയി? അപ്പൂപ്പൻ പാൽപ്പായസം കുടിച്ചോന്ന് ഉണ്ണിമോള് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല ബ്രഹ്മേഷ് ഇങ്ങനെ നോക്കുക മാത്രം ചെയ്തു. ഈ സമയത്ത് ഗിരിദേവനും അവിടെ നിന്ന് പോകുവാണ്. അപ്പൊ വാവരി ചോദിച്ചു, അല്ല ഗിരിദേവ, നമ്മുടെ ദൗത്യം പൂർത്തിയായെന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു, ദൗത്യം പൂർത്തിയാവണമെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. ഇപ്പം ബ്രഹ്മരക്ഷസ് ഉണ്ണിമോൾ ബ്രഹ്മരക്ഷനെ പ്രീതി പിടിച്ചു പറ്റിയിരിക്കുന്നു. കാരണം പാൽപ്പായസം കുടിച്ചിരിക്കുന്നു. പൗർണമി ദിവസം പാൽപ്പായസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മരക്ഷസിന് പ്രീതി പിടിച്ചു പറ്റാൻ പറ്റും. അതിന് ഉണ്ണിമോൾക്ക് സാധിച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇനി നമ്മൾക്ക് ഒരു കടമ്പടക്കാനുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേവാരപ്പുര. ആ തേവാരപ്പുര കടന്ന് ഉണ്ണിമോൾക്ക് അകത്ത് കിടക്കണം. അങ്ങനെ ഉണ്ണിമോൾക്ക് അകത്ത് കിടക്കാൻ പറ്റിയാൽ മാത്രമേ തമ്പുരുവിന്റെ സംസാരശേഷി നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ബ്രഹ്മരക്ഷസ് തന്നെ ഉണ്ണിമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് ഗിരിദേവൻ ബാബരോട് പറഞ്ഞ്. ബാബര് ചോദിച്ചു, അതിന് സമ്മതിക്കുമോ ബ്രഹ്മരക്ഷസ്? കൂട്ടിക്കൊണ്ട് പോവോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, നമുക്ക് കാത്തിരുന്ന് കാണാന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോൾ ബ്രഹ്മരക്ഷസിനോട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പൂപ്പൻ അറിയോ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഈ പുഴകളും മലകളും ഇതൊന്നും കാണാൻ വേണ്ടി മാത്രമല്ല. ഗിരിദേവൻ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന. ഗിരിദേവന് ഞാനും പാവരും തമ്പുരും ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങോട്ട് വന്നത്. അല്ല, അപ്പൂപ്പൻ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടും ബ്രഹ്മരക്ഷസ് ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടേ എന്നോട് ആദ്യമായിട്ടാണ് ഗിരിദേവൻ പാൽപ്പായസം ഉണ്ടാക്കാൻ പറയണേ. അപ്പൊ പാൽപ്പായസം ഉണ്ടാക്കി ആ പാൽപ്പായസം ഞാൻ അപ്പൂപ്പന് കൊണ്ട് തന്നേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അല്ല, ഗിരിദേവൻ ഉണ്ടാക്കിയ പാൽപ്പായസമാണോ എനിക്ക് കൊണ്ട് തന്നേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കുകയാണ് ബ്രഹ്മരക്ഷസ്. അതെ അപ്പൂപ്പ, ഞാൻ ഇന്ന് വരെ ഗിരിദേവൻ ആഹാരമൊന്നും കഴിച്ചു കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഗിരിദേവൻ എന്നോട് പറയുന്നത് ഗിരിദേവന് വേണ്ടി പാൽപ്പായസം ഉണ്ടാക്കണമെന്ന്. ഞാൻ അങ്ങനെ ആശിച്ചു മോഹിച്ചുണ്ടാക്കിയ പാൽപ്പായസം. പക്ഷെ കൊടുത്തപ്പോൾ ഗിരിദേവൻ എന്നോട് പറഞ്ഞു, അത് അപ്പൂപ്പൻ ആദ്യം കൊണ്ടേ കൊടുക്ക്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അല്ല, നിന്റെ ഗിരിദേവൻ എന്നിട്ട് തന്നെ എന്നെ മുന്നിലേക്ക് വരാത്തെ? നിന്നെ എന്തിനാ ഇങ്ങോട്ട് പാൽപ്പായസമായിട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കണം. അതൊന്നും എനിക്കറിയത്തില്ല. ഗിരിദേവനും വാവരും അപ്പുറയുണ്ട്, എന്നോട് കൊണ്ടേ കൊടുക്കാനാ ഗിരിദേവൻ പറഞ്ഞേ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സുഗന്ധി ചേച്ചി എനിക്ക് പാൽപ്പായസത്തിന്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയെന്ന് പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബ്രഹ്മരക്ഷസ് പറഞ്ഞു, എനിക്ക് നിന്റെ ഗിരിദേവനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയണം. അതിനെന്താ, ഞാൻ ഗിരിദേവനെ വിളിക്കാന്ന് പറയാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും ഗിരിദേവൻ അങ്ങോട്ട് വരുവാണ്. ഗിരിദേവനെ ഉണ്ണിമോൾക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേങ്കില് ബ്രഹ്മരക്ഷസിന് കാണാൻ പറ്റി. അയ്യപ്പസ്വാമിയുടെ വിശ്വരൂപമാണ് അവിടെ ബ്രഹ്മരക്ഷസിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. ആ വിശ്വരൂപം കണ്ടതും ബ്രഹ്മരക്ഷസ് ഒരു നിമിഷം ഞെട്ടി ധരിച്ചു പോയി. പെട്ടെന്ന് ഇരുന്ന കസാലയിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുവാണ്. എഴുന്നേറ്റിട്ട് കൈ രണ്ടും കൂപ്പി നിൽക്കുവാണ്. ഉണ്ണിമോൾക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്ന്. അത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാ, നല്ല രസമാണ് അയ്യപ്പസ്വാമി ഇങ്ങനെ ബ്രഹ്മരക്ഷസിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കാണാനായിട്ട്. പെട്ടെന്ന് ഉണ്ണിമോള് ചോദിച്ചു, അല്ല അപ്പൂപ്പന എന്തിനാ ഇങ്ങനെ തൊടുതോണ്ട് നിൽക്കണേന്ന് ചോദിക്കുവാണ്. ഇതെന്ത് പറ്റിയ അപ്പൂപ്പ? ഈ സമയത്താണ് അപ്പൂപ്പ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുവാണ്. അങ്ങനെ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് അയ്യപ്പസ്വാമി അങ്ങോട്ട് പോവാണ്. ബ്രഹ്മരക്ഷസിന് മനസ്സിലായി ഗിരിദേവനായിട്ട് ഉണ്ണിമോടെ കൂടെയുള്ളത് സാക്ഷാൽ ശ്രീഭൂതനാഥനാന്ന്. അങ്ങനെ ശ്രീഭൂതനാഥന് പ്രണാമൊക്കെ അർപ്പിച്ചതിന് ശേഷം ഉണ്ണിമോളോട് പറഞ്ഞു, ബാ എന്റെ കൂടെ വരാൻ പറയാണ്. അങ്ങനെ ഉണ്ണിമോളെയും കൊണ്ട് നേരെ തേവാരപ്പുരയുടെ മുമ്പിലേക്കാണ് പോകുന്നത്. ഇതെന്താന്ന് അറിയാമെന്ന് ചോദിക്കും. എനിക്കറിയാം, തേവാരപ്പുര അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ബ്രഹ്മരക്ഷസ് ചോദിച്ചു, അല്ല ഈ തേവാരപ്പുരയെന്ന് എന്താ പറയണേ? അത് ഉണ്ണിമോൾക്ക് അറിയാമെന്ന് ചോദിക്കണം. പണ്ട് ദൈവകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന മുറി പിന്നീട് തേവാരപ്പുര എന്ന് അറിയപ്പെടുകയോ ചെയ്തേ.
ഇതൊക്കെ എന്നോട് ഗിരിദേവൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയാം. എല്ലാം അറിയാല്ലേ. എന്നാ ബാ ഈ തേവാരപ്പര തുറക്കാൻ പറയാണ്. വേണ്ട, എനിക്ക് പേടിയാന്ന് പറയാണ്. പേടിക്കൊന്നും വേണ്ട. പണ്ടത്തെ കാരണന്മാരിവിടെ കുറെ നിധികളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെല്ലാം കാലം ചെയ്തു പോയി. അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ബലമായിട്ട് ഇവിടെ ഒത്തിരിയധികം നിധികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനൊരു കാവൽക്കാരനും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവകാശിക്ക് ഇതൊന്നും വേണ്ട. അയാൾ കടൽ കടന്നു പോവുകയും ചെയ്തു. അപ്പൊ ആ നിധികളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കാരണവന്മാര്. വാ നമുക്ക് ഈ മുറി തുറക്കാന്ന് പറയണം. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, വേണ്ട, അപ്പൂപ്പൻ അറിയാവോ ഇവിടെ ഒരു ബ്രഹ്മർഷ കാവല് നിൽക്കുന്നതെന്നാ ഗിരിദേവൻ ഉണ്ണിയോട് പറഞ്ഞേ. ആ ബ്രഹ്മർഷനെ കാണുമ്പോ എനിക്ക് പേടിയാവും. അപ്പൂപ്പൻ അറിയത്തില്ലേന്ന് ചോദിക്കുകയാണ്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വേണ്ട അപ്പൂപ്പ, എനിക്ക് പേടിയാ. ഞാൻ ബ്രഹ്മർഷനെ കണ്ടിട്ടുണ്ട്, ചിലപ്പോ പേടിച്ച് ബോധം കിട്ടു പോകുന്ന പറയണേ. അതിന് ബ്രഹ്മർഷനെ ഉണ്ണിമോള് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലാന്ന് പറയാണ്. ബ്രഹ്മർഷനെ എങ്ങനെയിരിക്കുന്ന അപ്പൂപ്പൻ അറിയാവുന്ന ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബ്രഹ്മർഷ പറയാം, ബ്രഹ്മർഷന് പല വിധത്തിൽ രൂപങ്ങൾ, ഒരു രൂപം മാത്രമല്ല. കൊടുങ്കാറ്റായി വരുമ്പോഴത്തേനും ബ്രഹ്മർഷ മല പോലെ മുന്നിൽ നിൽക്കും. അതുപോലെ തന്നെ വലിയ മഴ പെയ്യുവാണെങ്കിൽ, വല്ല വലിയ അഗ്നിയായിട്ട് വരുവാണെങ്കിൽ അതിന് മുന്നിൽ മഴയായിട്ട് ബ്രഹ്മരക്ഷസ് പോയി നിൽക്കും. അങ്ങനെയൊക്കെയാണ് ബ്രഹ്മരക്ഷസ്. അതാ പറഞ്ഞ പല രൂപങ്ങളാണ് ബ്രഹ്മരക്ഷസിനെന്ന് പറയുവാണ്. ഇത് കേട്ടത് ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഈ അപ്പൂപ്പൻ അറിയാം എന്നൊരു ചിന്തയായിരുന്നു. അത് മാത്രമല്ല, ബ്രഹ്മരാക്ഷസിന്റെ ഒരു കണ്ണില് ജ്വലിക്കുന്ന അഗ്നിയാണെങ്കിൽ മറുകണ്ണില് മഞ്ഞ് പോലെ ഒരുങ്ങുന്ന സ്നേഹമുള്ളതെന്ന് പറയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് തുറന്നു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബ്രഹ്മരക്ഷസ് പറഞ്ഞ പോലെ കൂട്ടിക്കൊണ്ട് ധൈര്യമായിട്ട് മുറി തുറന്നോളാൻ പറയുവാണ്. അങ്ങനെ ഉണ്ണിമോൾ ധൈര്യം സംഭരിച്ച് മുറി തുറക്കുവാണ്. അയ്യപ്പസ്വാമിയുടെ ദൗത്യം അങ്ങനെ വിജയിച്ചു. മുറി തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേനും ഉണ്ണിമോൾക്ക് പേടിയായി. മൊത്തം ഇരുട്ട്, മൊത്തം പാത്രങ്ങളും ചെമ്പിന്റെ ഓടിന്റെ ഫുൾ പാത്രങ്ങളെല്ലാം നിറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ഉണ്ണിമോൾ അവിടെ മുഴുവൻ നോക്കുവാണ്. അപ്പൊ ഉണ്ണിമോളോട് ചോദിച്ചു, എന്താ ഉണ്ണിമോള് നോക്കുന്നേ? ഒന്നുമല്ല അപ്പൂപ്പാന്ന് പറയണ. പണ്ട് ഇവിടെയൊക്കെ തിരി വെച്ചോണ്ടിരുന്ന അറിയാവോ, ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചോണ്ടിരുന്ന മുറിയാ. ഇവിടെ തിരി വെക്കണോന്ന് പറയാ. തിരി വെക്കാനോ? അതെന്തിനാ അപ്പൂപ്പ? ദൈവിക സാന്നിധ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ തിരി വെക്കണമെന്ന് പറയുന്നത്. അപ്പൊ അയ്യപ്പന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അയ്യപ്പസ്വാമി അതിലൂടെ വരുന്നതും കണ്ടു. അപ്പൊ ദൈവിക സാന്നിധ്യം കണ്ടാൽ നമ്മൾ തിരിവെച്ച് അവർക്ക് നിവേദ്യം കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ദൈവിക സാന്നിധ്യം കണ്ടത് ഇവിടെ ഭഗവാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന അതിഥിയായിട്ടാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തിരി മാത്രം കത്തിച്ചാൽ മതി, നിവേദ്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തിരി തെളിക്കണമെന്ന് പറയാം. ഉണ്ണിമോൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഈ സമയത്ത് ഉണ്ണിമോള് നോക്കുമ്പോഴത്തേന് അവിടെ ഒരു നിലവിളക്ക്, തിരിയിട്ട് ഒരു നിലവിളക്ക് അവിടെ വന്നു. അല്ല, ഇത് അപ്പൂപ്പ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ ഇവിടെ വന്നേന്ന് ചോദിക്കണം. അത് ഉണ്ണിമോള് കാണാത്തോണ്ടാ, അതവിടെ ഉണ്ടായിരുന്നു. ഉണ്ണിമോള് തിരി കൊളുത്താൻ പറയാണ്. എനിക്ക് പേടിയാ, എനിക്ക് തിരി കൊളുത്താൻ പേടിയാ. ഒരു പക്ഷേങ്കിൽ ഇവിടെ തിരി കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ബ്രഹ്മരക്ഷ തന്നെ വന്ന് ചെയ്താലോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ബ്രഹ്മരക്ഷ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഉണ്ണിമോൾ ധൈര്യമായിട്ട് തിരി അങ്ങോട്ട് കൊളുത്താൻ പറയണം. ഈ സമയത്ത് സുഗന്ധി അങ്ങോട്ട് വരുന്നേ. സുഗന്ധി ഈ കാഴ്ച കൊണ്ടു. നീ എന്തിനാ ഇങ്ങോട്ട് കയറിയത്? നിന്നോട് ആരാ പറഞ്ഞേ മുറി തുറന്ന് അകത്ത് കയറാൻ പറഞ്ഞേന്ന് ചോദിക്കുകയാണ്. അല്ല അപ്പൂപ്പൻ. ഏതപ്പൂപ്പൻ? ഇവിടെ ഒരു അപ്പൂപ്പനും ഇല്ല. പെട്ടെന്ന് കാര്യസ്ഥൻ അങ്ങോട്ട് വരികയാണ്. എന്താ മോളെ, എന്താന്ന് ചോദിക്കുകയാണ്. ഇവള് കണ്ടോ, ഇവള് ഈ മുറി തുറന്ന് അകത്ത് കയറി വിളക്ക് കൊളുത്താൻ തുടങ്ങുന്നു. നിന്നോടാട്ടി ഇങ്ങോട്ട് കയറാൻ പറഞ്ഞേ? ഇവിടെ തുറക്കാതെ കിടക്കുന്ന മുറിയത്, തേവാരപ്പുരയത്. ഇതിനകത്ത് ധൈര്യസമയം നീ കയറിയിരിക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിക്കാൻ തുടങ്ങുകയാണ്. ബ്രഹ്മരക്ഷസൻ അത് ഇഷ്ടപ്പെട്ടോ? ബ്രഹ്മരക്ഷസ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒന്ന് കണ്ണടച്ചുമ്പോൾ കൈക്കകത്തൊരു വടി വരുവാണ്. ആ വടി നേരെ കൊടുക്കുന്നത് കാര്യസ്ഥന്റെ കയ്യിലേക്കാണ്. കാര്യസ്ഥൻ അത് വെച്ച് സുഗന്ധിനെ അടിക്കുവാണ്. ഇറങ്ങി പോടി ഇവിടുന്ന്, നീ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചോണ്ട്. അച്ഛൻ എന്തിനാ അച്ഛാ എന്നെ അടിക്കണേന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് സുഗന്ധി കാര്യസ്ഥന്റെ നേരെ തിരിയുവാണ്. അങ്ങനെ കുറെ അടി കിട്ടിക്കും. സുഗന്ധി എന്ത് ചെയ്യുവാണ്, സുഗന്ധിയുടെ കയ്യിലേക്ക് ആ വടി വരുവാണ്. സുഗന്ധി ആ വടി തിരിച്ചു മേടിച്ച് കാര്യസ്ഥനിട്ടും അടിക്കുവാണ്. അങ്ങനെ അച്ഛനും മോളും പരസ്പരം അടിച്ചുകൊണ്ട് ആ മുറി വിട്ടിറങ്ങി ഓടുവാണ്. ഉണ്ണിമോക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ഉണ്ണിമോൾ അവിടെ തിരി തെളിക്കുവാണ്. ഈ സമയത്ത് ഇപ്പുറത്ത് അയ്യപ്പസ്വാമി ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക. പിന്നീട് കാണിക്കുന്ന കിട്ടിയ സമയം കൊണ്ട് സുഗന്ധി എന്ത് ചെയ്യുവാണ്, രാജുവിന്റെ മുറിയിലേക്ക് കയറുവാണ്. അവിടെ പോയി പണം അടിച്ചു മാറ്റാനായിട്ട്. അങ്ങനെ ചെന്ന് പാത്ത് പതുങ്ങി അവിടെ പോയി നിന്നിട്ട് ബാഗിനകത്ത് കൈയിടുവാണ് പണം എടുക്കാനായിട്ട്. ഈ സമയത്ത് അയാളുടെ പോയ തമ്പുരു ഉണ്ണിമോളും ഈ കാഴ്ച കണ്ടു. ആ സമയത്ത് അയ്യപ്പസ്വാമിയും ബാബുരും അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ണിമോള് തെങ്ങ് നോക്കിയേ, ആ സുഗന്ധി ചേച്ചി കാണിക്കുന്ന കണ്ടോ, മോഷ്ടിക്കുന്ന കണ്ടോ ഗിരിദേവ. ദൈവമേ, ഇങ്ങനെയൊന്നും മോഷ്ടിച്ചോണ്ടല്ലേ തമ്പുരിന് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായത്. തമ്പുരിന് സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു പോയത്. ഗിരിദേവ, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഗിരിദേവ പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ? അതെന്താ ഗിരിദേവ അങ്ങനെ പറയണേ? കണ്ടോ ആ ചേച്ചി കാണിക്കുന്നുണ്ടോ, അത് ശരിയല്ലല്ലോ. മോഷ്ടിക്കുന്ന കണ്ടോ, ഈ ചേച്ചി ഇവിടെ വരുന്ന എല്ലാവരുടെയും മോഷ്ടിച്ചെടുക്കുമല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് ശരിക്കും ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കാൻ പറയാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും കൈയിട്ട് കുടയുവാണ് സുഗന്ധി.
ഉണ്ണിമോൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കണം. പെട്ടെന്ന് കൈ ഇങ്ങനെ പൊള്ളുവാണ്. ആ കയ്യെ 2 വള കിടപ്പുണ്ട്. അത് ഗിരിദേവൻ സമ്മാനിച്ച വളയായിരുന്നത്. ഉണ്ണിമോളിനും കാണാൻ പറ്റുന്നുണ്ട്. ഗിരിദേവൻ കൊടുത്ത വളയല്ലേ കൈ കിടക്കുന്നത്. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കാൻ പറയണം. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും ആ കൈയിട്ട് കുടഞ്ഞിട്ട് അയ്യോ പൊള്ളുന്നേന്നും പറഞ്ഞുകൊണ്ട് കൈ വലിക്കുകയാണ് പെട്ടെന്ന് ബാഗിനകത്തുനിന്ന്. പെട്ടെന്ന് ബാഗ് അടയ്ക്കുകയാണ്. പൊള്ളിയിട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഇപ്പൊ ഉണ്ണിമോൾക്ക് മനസ്സിലായ കാര്യം എന്താന്ന്, ഞാൻ ആ വള കൊടുത്തതിന്റെ അർത്ഥം എന്താന്ന്. ആ വള ഇട്ടുകൊണ്ട് ഇനി ഒരിക്കലും സുഗന്ധി ചേച്ചിക്ക് മോഷ്ടിക്കാൻ പറ്റില്ലെന്ന് വാവര് പറയാണ്. ആ വള ഇട്ടുകൊണ്ട് ഇനി മോഷ്ടിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ സുഗന്ധി ചേച്ചിനെ പൊള്ളൂ എന്ന് പറയാം. ഉണ്ണിമോൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.